അല്ല, നിനക്കെന്തെങ്കിലും അസുഖമുണ്ടോ? നീ വന്നപ്പോൾ തൊട്ട് ഈ ഇരിപ്പ് തുടങ്ങിയതാണല്ലോ. കണ്ടിട്ട് നിനക്ക് വല്ല അസുഖമുള്ള പോലെ തോന്നുമല്ലോ. എന്താ പ്രശ്നം? അല്ല, നീ ഇനിയിപ്പോൾ അവിടെ എന്തെങ്കിലും വഴക്കുണ്ടാക്കിയിട്ടാണ് വന്ന്? അല്ല, നീ ഒറ്റയ്ക്കല്ലേ വന്നത്, കൊണ്ടാക്കാൻ അവൻ വന്നില്ലല്ലോ. അതമ്മ, എനിക്കവിടെ മടുത്തു. ഞാനവിടെ നിന്ന് ഇറങ്ങി വന്നതാ. എൻ്റെ റബ്ബേ, പെണ്ണ് നീ എന്തൊക്കെയാ പറയണ്? ഇറങ്ങി വരാൻ മാത്രം ഇപ്പം എന്താ ഇവിടെ പ്രശ്നം? ഇനി എന്തായാലും ഞാൻ അങ്ങോട്ട് പോവില്ലമ്മ. അയാളുടെ കൂടെ ഒരു നിമിഷം പോലും ജീവിക്കാൻ എനിക്ക് പറ്റില്ലമ്മ. എടി, എല്ലാ വീട്ടിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നിന്റെ സ്വഭാവം എനിക്കറിയാലോ. നിനക്കതിൽ ചെറിയ കാര്യം മതിയല്ലോ വലിയ പ്രശ്നം ഉണ്ടാക്കാൻ. ഉമ്മ പറയണ പോലെ അല്ലമ്മ കാര്യങ്ങള്. ആവശ്യമില്ലാതെ അയാൾ എന്നെ തല്ലുമ്മ. ഞാൻ എന്ത് ചെയ്താലും അവിടെ പ്രശ്നമാണ്. ഇന്നലെ തന്നെ എന്താ ഉണ്ടായത് ഉമ്മക്ക് അറിയണം. അല്ലെങ്കിൽ ഷെറിൽ എന്തോ കറ കണ്ടെന്നും പറഞ്ഞ് അതിനും എന്നെ തല്ലി. എപ്പോഴാ തല്ലെന്ന് പറയാൻ പറ്റില്ലമ്മ. പേടിച്ചിട്ടാണ് ഞാൻ അവിടെ ജീവിക്കുന്നത്. നീ അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവുക? ഇതൊക്കെ വാപ്പി അറിഞ്ഞ് എന്താ ഉണ്ടാവുമെന്ന് അറിയോ നിനക്ക്? ആ പാവം നിന്റെ കല്യാണത്തിന് ഉണ്ടാക്കി കടം വീട്ടാൻ വേണ്ടി കിടന്ന് നെട്ടോട്ട് കൂടുക. അതിൻ്റെ ഇടയ്ക്ക് നീ കൂടും കുടുക്കിയായിട്ട് ഇവിടെ സ്ഥിരതാമസത്തിന് വന്നു എന്നറിഞ്ഞാൽ ആ പാവത്തിന് വല്ല അറ്റാക്കും വരും. അല്ലെങ്കിൽ തന്നെ ഞങ്ങളെ ആരോ പറഞ്ഞ പോലെയാണ് ഇവിടെ ജീവിക്കുന്നത്, മരുന്നും മന്ത്രവുമായിട്ട്. മരുന്ന് വാങ്ങാനേ ഗതിയില്ലാണ്ടാണ് ഞങ്ങളുടെ കാര്യം. അതിൻ്റെ ഇടയ്ക്ക് നീയും കൂടി വന്നു കഴിഞ്ഞാൽ ആര് നോക്കി ഈ ചിലവൊക്കെ? ഇതൊക്കെ ആലോചിച്ചിട്ടാണ് നീ തീരുമാനിക്കുന്നത്? ഓരോന്നും അങ്ങോട്ട് തീരുമാനിക്കുക തന്നെ അങ്ങോട്ട് സ്വന്തം ഇഷ്ടത്തിന്. ഇനി എനിക്ക് അങ്ങോട്ട് പോകാൻ വയ്യമ്മ. ഇനി ഞാൻ അങ്ങോട്ട് പോണേക്കാൾ നല്ലത് ഞാൻ മരിക്കുന്നത് തന്നെയാണ്. പിന്നൊരു കാര്യമ്മ, ഞാൻ ആർക്കും ഒരു ബാധ്യതയാവില്ല. ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോയിട്ട് ഉള്ള കഞ്ഞി കുടിച്ച് ഇവിടെ ഒരു മൂലയ്ക്ക് ഞാൻ ജീവിച്ചോളാം. ഇതൊക്കെ ആലോചിച്ചിട്ടാണ് നീ തീരുമാനിക്കണേ? ഷോ, എന്തെങ്കിലും കാര്യം തീരുമാനിക്കുമ്പോൾ അത് എല്ലാവരോടും ചോദിക്കണം. അല്ലാണ്ട് നിൻ്റെ ഇഷ്ടത്തിന് മാത്രം അങ്ങോട്ട് തീരുമാനിച്ചാൽ പോരാ. അത് മാത്രമാണോ? നാട്ടുകാരറിഞ്ഞ എന്തൊക്കെയാ പറയുക? കെട്ടിച്ച് വിട്ടപ്പെണ്ട് വീട്ടിൽ വന്ന് നിൽക്കണമെന്നല്ലേ എല്ലാവരും പറയുള്ളൂ. നിനക്കല്ലേ അതിൻ്റെ പ്രശ്നം? അല്ലേ, നിന്നല്ലേ എല്ലാവരും പറയുള്ളൂ. ഇനിയും എന്നെ അങ്ങോട്ട് വിട്ടാക്കല്ലേ അമ്മ. അത്രയ്ക്കും മടുത്തോണ്ടാണ് ഞാൻ പറയണത്. അല്ല, നിനക്കെന്താ പണ്ട് പ്രാന്തായോ? ഷോ, നിന്റെ ഉദ്ദേശം എന്താ? അപ്പം നിനക്കിവിടുന്ന് പോകാൻ പ്ലാനില്ല അല്ലേ? നീ നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ. നിനക്ക് താഴെ ഒരു അനിയത്തിയും കൂടി ഉണ്ട്. അവളുടെ കാര്യം നീ ആലോചിച്ചിട്ടുണ്ടോ? നീ ഇങ്ങനെ ഈ വീട്ടിൽ വന്നിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് നല്ലൊരു കല്യാണ ആലോചന വരും തോന്നുന്നുണ്ടോ? ഉണ്ടോ? അവളുടെ ജീവിതം കൂടി നീ തൊലച്ചോ. അല്ലാണ്ട് ഇപ്പം ഞാനെന്താ പറയുക? എത്ര പറഞ്ഞാലും കേൾക്കില്ല. ആണുങ്ങളായ കുറച്ച് ദേഷ്യം വാശിയൊക്കെ കൂടുതലായിരിക്കും. അതൊക്കെ ഇപ്പോൾ കുറേ പെണ്ണുങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ കണ്ട് വിചാരിക്കണം. അല്ലെങ്കിൽ തന്നെ ആണുങ്ങളുടെ ദേഷ്യമൊക്കെ പെണ്ണുങ്ങൾ വിചാരിച്ചാൽ മാറാണ്ടിരിക്കുമോ? ഇവിടുത്തെ കോലം നീ കണ്ടിട്ടുള്ളതല്ലേ. ഇവിടുത്തെ വാപ്പയും ഉമ്മയും കൂടി എന്നെ എത്ര ദ്രോഹിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനെല്ലാം ഇട്ടെറിഞ്ഞിട്ട് അങ്ങോട്ട് പോയോ? പെണ്ണുങ്ങളായ കുറച്ച് ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ പഠിക്കണം. ഇനി നീ ഇതൊക്കെ എപ്പോഴാണ് പഠിക്കുക? നിൻ്റെ മിണ്ടിയ ചൂടാവണ സ്വഭാവമൊന്നും വേറൊരു വീട്ടിൽ പോയാൽ നടക്കില്ല. ഉമ്മാക്കെൻ്റെ അവസ്ഥ മനസ്സിലാവണില്ല അല്ലേ? നിൻ്റെ ഒരവസ്ഥ. ഇല്ലമ്മ, ഉമ്മ പേടിക്കണ്ട, ഞാൻ പൊക്കോളാം. ഇനി എൻ്റെ കാര്യം ആലോചിച്ച് ആരും ബുദ്ധിമുട്ടണ്ട. ഞാൻ പൊക്കോളാം. ഞാൻ അവിടെ പോയി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചോളാം. ഹാവൂ, ഇപ്പോഴെങ്കിലും പെണ്ണ് ബുദ്ധി വന്നല്ലോ. നല്ല തീരുമാനം മോളെ. നീ ഒരു കാര്യം ചെയ്യേ, കുളിച്ചിട്ടേ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് റെസ്റ്റൊക്കെ എടുത്തിട്ടേ മെല്ലെ പോയാൽ മതി. ബാ, അമ്മ ചോറ് തരാം. ബാ. അയ്യോ, എൻ്റെ പൊന്നു മോളെ, എൻ്റെ പൊന്നു മോളെ, നീ എന്തിനാടി? അല്ലെങ്കിലും എന്തിനാ താത്ത അവൾ ഈ പാപം ചെയ്തത്? താങ്ങാനാവാത്ത എന്തെങ്കിലും വിഷമം ഉണ്ടായിരുന്നു അവൾക്ക്? അവൾക്ക് ആരുടെടുത്തെങ്കിലും പറയായിരുന്നില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ? അല്ല, അവൾ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? 2 ദിവസം മുമ്പ് അവൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലെന്നും അവളെ തല്ലുകയാണെന്നൊക്കെ പറഞ്ഞു പാവം കുറേ കരഞ്ഞു.
പക്ഷേ ഞാനത് കാര്യമാക്കിയില്ല. ഞാൻ കരുതി അവളുടെ പക്വത കുറവുകൊണ്ട് അവളുടെ എടുത്തുചാട്ടം കൊണ്ടായിരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ അവളോട് ഉപദേശിച്ച് അവളെ തിരിച്ച് വിട്ടാക്കി. എന്താ താത്ത അത്? ഇത്രയും കാര്യങ്ങളുണ്ടായിട്ട് നീ എന്നോട് പറഞ്ഞു? അവൾ ഇത്രയും വിഷമം മനസ്സിൽ വെച്ചിട്ടല്ലേ നിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടാവുക? നീ അവൾക്കൊരു താങ്ങായി നിൽക്കേണ്ട സമയത്ത് നീ അവളെ കുറ്റപ്പെടുത്തിയിട്ട് നീ പറഞ്ഞു വിട്ടില്ലേ? നീ ഇപ്പം നാട്ടുകാരും വീട്ടുകാരും എന്തു പറയുന്നു വിചാരിച്ചിട്ട് നിനക്ക് നിൻ്റെ മകൾ നഷ്ടപ്പെട്ടില്ലേ? അവളൊന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഇന്ന് അവൾക്ക് ഈ ഗതി വരുമായിരുന്നു. പാവം, അതിനത്രയും താങ്ങാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും അത് ചെയ്തത്. ആരുമില്ലെന്ന് തോന്നിക്കാണും ആ പാവത്തിന്. എൻ്റെ മകളിനെ കൊന്ന പാപിയായില്ലേ ഞാൻ എങ്ങനെ സഹിക്കും? എൻ്റെ പൊന്നുമോളെ, ഇനിയിപ്പം കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. നഷ്ടപ്പെട്ടത് നിനക്ക് മാത്രമാണ്. അതിനൊട്ടും സഹിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും അത് ചെയ്തത്. നീ അതിനെ ചേർത്ത് പിടിക്കുന്നത് കരുതിയിട്ടല്ല അത് നിൻ്റെ അടുത്തേക്ക് വന്നത്. നീ എന്താ ചെയ്തത്? അതിനെ ആട്ടിപ്പായച്ച് വിട്ടാക്കി വിടണം.